ചപ്പാത്തിയൊക്കെ ബാക്കിയാവുകയാണെങ്കിൽ ഇനി ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഇഷ്ടത്തോടെ അത് കഴിക്കും. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി വെച്ചിട്ടുള്ള നൂഡിൽസാണ്. അപ്പം ഇത് വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ വെജീസും നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ അധികം വെജിറ്റബിൾസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റും സവോളയും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു ചിക്കൻ ക്യൂബ്, ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ആ ഒരു എണ്ണയിലോട്ട് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സവാളയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതിനകത്ത് നിന്നൊരു 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി. ഇത് ചെറിയ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ഈ ചിക്കൻ ക്യൂബ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാതെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സോസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ്, ഈ ഒരു ഇപ്പം ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സോസ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്നൊന്ന് അത് നമുക്ക് ചിക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ടൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ആവി കയറ്റിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുകയാണ്. ഇതിലോട്ട് ഇതിൻ്റെ ആ ഒരു അരപ്പും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അരപ്പെന്ന് പറഞ്ഞാൽ മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി അതൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.